എൻസൈക്ലോപിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് നിലവിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. ജൂൺ മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 1600 രൂപയുടെ വിതരണം ജൂൺ 21 ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ ജൂൺ 20 പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു ദിവസം വൈകി ശനിയാഴ്ച ഉച്ച മുതൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങി. 1600 രൂപ ക്രെഡിറ്റ് ആയവർ അക്കാര്യം കൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. പതിവായിട്ട് പെൻഷൻ തുകയിൽ കേന്ദ്ര വിഹിതമായിട്ടുള്ളവർക്ക് 200, 300, 500 എന്നിങ്ങനെ ഉള്ള തുകകൾ കുറച്ചിട്ടാണ് ബാക്കി തുക എത്തിയിട്ടുള്ളത്. കേന്ദ്ര വിഹിതമായിട്ടുള്ള തുക പിന്നീട് പ്രത്യേകമായിട്ട് എത്തിച്ചേരുന്നതാണ്. ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന 25 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 2-3 പ്രവൃത്തി ദിനങ്ങൾ കൊണ്ട് തന്നെ പെൻഷൻ തുകയുടെ വിതരണം പൂർണ്ണമാകുന്നതാണ്. എന്നാൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 8 മുതൽ 10 ദിവസങ്ങൾ വരെ എടുക്കുന്നതാണ്. സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നവരുടെ ഈ മാസത്തെ ലിസ്റ്റും അതിനായിട്ടുള്ള പണവും എത്തിച്ചേർന്ന ശേഷമായിരിക്കും കൈകളിലേക്ക് വിതരണം ആരംഭിക്കുന്നത്. അതിനാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയി വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. ഈ മാസം അവസാനം വരെയും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ കടമെടുക്കുമെന്നും ആ ഒരു ഫണ്ട് കൂടി എത്തുന്നതോടുകൂടി പെൻഷൻ വിതരണം സജീവമാകുന്നതാണെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിലെ കഴിഞ്ഞ 16 മാസമായി മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നു വരികയാണ്. അതുപോലെ തന്നെ പെൻഷൻ തുക തടസ്സമില്ലാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഭാഗത്ത് നിന്നും ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പെൻഷൻ മസ്റ്ററിംഗ്. 2025 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് അടുത്ത ആഴ്ച ജൂൺ 25 തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 14 തീയതി വരെ 2 മാസ കാലയളവിലാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനായിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏതൊരു അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാലും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ആധാർ കാർഡാണ് ഇതിനായിട്ട് കരുതേണ്ട പ്രധാനപ്പെട്ട രേഖ. അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ നേരിട്ട് എത്തേണ്ടതാണ്. അവിടെയുള്ള ബയോമെട്രിക് ഡിവൈസ് ഉപയോഗിച്ച് നിങ്ങളുടെ കൈവിരൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുകയും നേരത്തെ നിങ്ങൾ ആധാർ കാർഡിനായി നൽകിയ ഇതേ ഡേറ്റയുമായി താരതമ്യം ചെയ്ത് അത് നിങ്ങളുടേതാണെന്ന് ഉറപ്പുവരുത്തുകയും ഇതിലൂടെ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. നേരത്തെ മരണപ്പെട്ടു പോകുന്ന 10,000-കണക്കിന് പേരുടെ പെൻഷൻ ബന്ധുക്കൾ തുടർന്നും വാങ്ങിയെടുക്കുന്നുവെന്ന് തുടർച്ചയായിട്ടുള്ള പരിശോധനകളിലൂടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ എല്ലാ വർഷവും ഒരിക്കൽ പെൻഷൻകാരുടെ വാർഷിക മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെല്ലുവാൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കായി അക്ഷയ പ്രതിനിധികൾ നിങ്ങളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. ഇതിനായി നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് 30 രൂപയും അക്ഷയ പ്രതിനിധി നിങ്ങളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് 50 രൂപയുമാണ് ഫീസ് നൽകേണ്ടത്. ഇനി നിങ്ങളുടെ കൈവരയാളം തെളിയാത്തത് മൂലമോ കൃഷ്ണമണിയുടെ സ്കാൻ വിജയിക്കാത്തത് മൂലമോ നിങ്ങളുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പും ഒപ്പം തന്നെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ എത്തിച്ച് നൽകിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിലും നിങ്ങൾക്ക് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ്. അതിനാൽ തുടക്കം കാട്ടേണ്ടതായിട്ട് ഇല്ല. ഓഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സമയമുണ്ട്. അത് കഴിഞ്ഞും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കാണ് തുടർന്ന് വരുന്ന മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുവാൻ തടസ്സങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും 24 തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.